വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദികരെ, സന്യസ്തരെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കൊച്ചുമക്കളെ, KLCAയുടെ സമ്പൂർണ്ണ സമ്മേളനവും കത്തോലിക്കാ ദിനവും അതുപോലെ ജനജാഗരണത്തിൻ്റെ കൺക്ലൂഷനും ആഘോഷിക്കുന്ന അവസരത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള 12 രൂപതകളിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ സ്നേഹാശംസകൾ നേരുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ദൈവം സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കൈയടിച്ച് പാസ്സാകുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ പറയാൻ വന്ന കാര്യങ്ങളായിരുന്നു അതെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ മനസ്സിൽ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അതായത് JB കോശി കമ്മീഷനെ കുറിച്ച്, വിഴിഞ്ഞം പ്രോജക്റ്റിനെ കുറിച്ച്, മുതലപ്പൊഴിയെ കുറിച്ച്, നമ്മുടെ മുനമ്പം പ്രശ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ട ദുരന്തം, മുണ്ടക്കൈ, ചൂരൽമല, നാദാപുരം, വിലങ്ങാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നത്. പക്ഷേ നമ്മുടെ അധ്യക്ഷൻ എല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി വാങ്ങിപ്പോയി. എനിക്ക് നിങ്ങൾ എന്താ തരുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും KLCAക്ക് നല്ലൊരു പ്രസിഡന്റ് ഉണ്ട്, കാര്യങ്ങൾ പറയാൻ പറ്റുന്ന, കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഒരു പ്രസിഡന്റ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായി ഈ സമയം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ KLCC പ്രവർത്തിക്കുന്ന ശ്രീമാൻ ജൂഡ്, സിസ്റ്റർ ജൂഡി, അതുപോലെ നമ്മുടെ KLCCയുടെ സെക്രട്ടറിയായ ഫാദർ തോമസ് തറയിൽ, പുതിയ സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിജു ജോർജ്, അതുപോലെ KLCCയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നൽകുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ DCMSന്റെ പ്രതിനിധികളുണ്ട് ഇവിടെ, ശ്രീമാൻ പ്രഫുൽദാസും മറ്റും. അതുപോലെ CSSന്റെ പ്രതിനിധികളുണ്ട്. ബെന്നി പാപ്പച്ചൻ ഇവിടെ സന്നിഹിതനാണ്. അതുപോലെ മറ്റുള്ള പ്രതിനിധികളും സന്നിഹിതരാണ്. അപ്പോൾ DCMSനും CSSനും അതിൽ നിന്നും അതിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഞാൻ പ്രത്യേകമായി എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നൽകുകയാണ്. നമ്മുടെ സമൂഹത്തെ നയിക്കുവാനായിട്ട്, എംപവർ ചെയ്യാനായിട്ട് ഇവരെല്ലാം ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ വിലമതിക്കുകയും
ഇവരുടെ പ്രവർത്തനത്തിന് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മുൻപം ഇഷ്യൂ നമ്മളെപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നിർത്തണം. കാരണം നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 610-ലധികം കുടുംബങ്ങൾ വഴിയാധാരമാകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ആ മുൻപത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി അവരോടൊപ്പം നമ്മൾ ഉണ്ടാകുമെന്ന് ഈ സമയം നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. മുൻപൻ നിവാസികൾ ആ കമ്മീഷനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ കമ്മീഷന്റെ തീരുമാനങ്ങൾ വേഗം തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുനമ്പം പ്രശ്നം ഒരിക്കലും വർഗീയവൽക്കരിക്കാൻ നമ്മൾ ഇടയാക്കരുത്. നമ്മുടെ പ്രസിഡന്റ് പറയുകയുണ്ടായി, മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ, അതായത് സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയാണ് ലത്തീൻ സമൂഹം. അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ജനതയാണ് നമ്മൾ. ഭരണഘടന പറയുന്ന രാജ്യത്തിന്റെ സോവറിറ്റി, രാജ്യത്തിന്റെ സോഷ്യലിസം, രാജ്യത്തിന്റെ സെക്യുലറിസം എല്ലാം കാത്തു പരിപാലിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലായ്മയല്ല, മതനിരാശമല്ല, ദൈവമില്ലായ്മയല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ തുല്യതയുണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ്. നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾക്ക് വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ മതേതരത്വ രാഷ്ട്രമാക്കാതെ വേണമെങ്കിൽ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അവർ അത് ചെയ്തില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ്. അവർ നമ്മുടെ പൂർവികർ നമുക്ക് തന്ന ഈ അവകാശം നമ്മൾക്കെന്നും വേണം. അത് വർഗീയത പറഞ്ഞ് നശിപ്പിക്കാനിടയാക്കരുത്. ചുരുക്കത്തിൽ അബൂബക്കറും നബീസുമില്ലാത്ത ഒരു ഇന്ത്യ, ജോസും മേരിയുമില്ലാത്ത ഒരു ഇന്ത്യ, സതിയും വാസുവില്ലാത്തൊരു ഇന്ത്യ നമ്മൾ ആരും ഒരിക്കലും സ്വപ്നം കാണില്ല. ഈ ഇന്ത്യ രാജ്യം അബൂബക്കറിന്റെയും നബീസയുടെയും ജോസിന്റെയും മേരിയുടെയും വാസുവിന്റെയും സതിയുടേതാണെന്ന് നമ്മളെല്ലാവരും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുൻപം ഇഷ്യൂ വർഗീയവൽക്കരിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നമ്മൾ ലത്തീൻകാരാണെങ്കിലും ഈ ലത്തീൻ സമുദായം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമുദായമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ശിവഗിരിയിൽ നടന്ന മതസമ്മേളനത്തിന്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വത്തിക്കാനിലും ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രസംഗിക്കുകയുണ്ടായി. അതിലൊക്കെ പറഞ്ഞത് ഈ നാനാത്വം, ഡൈവേഴ്സിറ്റി ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഹിതമാണെന്നാണ്. നമ്മൾ ആദ്യം
കണക്കാക്കേണ്ടത് ജാതിയോ മതമോ അല്ല, മറിച്ച് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ രൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണെന്നുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന് എന്തെങ്കിലും കോട്ടം വന്നാൽ ഈ രാജ്യം പോലും നിലനിൽക്കില്ല. ഈ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്ത് എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ദർശനങ്ങൾ വിശാലമായിരിക്കണം. നമ്മുടെ ആകാശം വിശാലമാകണം. അതുപോലെ തന്നെ നമ്മുടെ ചക്രവാളങ്ങളെ നമ്മൾ വിശാലമാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇടുങ്ങിയ മനോഭാവത്തിലൂടെ വന്ന് നമ്മൾ ഈ രാജ്യത്തെ പലരും പറയുന്ന പോലെ കുട്ടിച്ചോറാക്കാനായിട്ട് സാധിക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ പഠനങ്ങളാണ്. ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം, ഒരു സ്നേഹത്തിൻ്റെ നാഗരികത, എ കൾച്ചർ ഓഫ് ലവ്, എ സിവിലൈസേഷൻ ഓഫ് ലവ്. അതിനു വേണ്ടിയിട്ടാണ് തന്നെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തൂങ്ങി മരിക്കാൻ അവിടുന്ന് വിട്ടുകൊടുത്തത്. ആ സംസ്കാരം, ആ സ്നേഹത്തിൻ്റെ വിപ്ലവം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ വ്യാപിക്കുവാനായിട്ട് നമ്മൾ എന്നും പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ പ്രശ്നമല്ല, മറിച്ച് അതൊരു മാനുഷിക പ്രശ്നമാണ്. 610 കുടുംബങ്ങൾ വേദനിക്കുന്ന കുടുംബങ്ങളാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് അവരോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതാണെങ്കിലും ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ഇവിടെ പറയുന്ന പോലെ ഏതാണ്ട് 140 ദിവസങ്ങൾ ഈ തോമസ് മെത്രോപോലിത്തയും അദ്ദേഹത്തിൻ്റെ വൈദികരും സന്യസ്തരും അൽമായരും ഈ രാജ്യത്തിലെ കുറേ ജനങ്ങളൊക്കെ സമരം ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരിൽ നമ്മുടെ മെത്രാപ്പോലിത്തയുടെ പേരിലും നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയും ജനങ്ങളുടെയും പേരിലും വെച്ചിരിക്കുന്ന കേസുകൾ ഈ ഗവൺമെൻറ് ഇടപെട്ട് മാറ്റിക്കൊടുക്കണമെന്നും അവർക്ക് സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരവസരം ഉണ്ടാകണമെന്നും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പറയുകയാണ്. അത് നിങ്ങളെല്ലാവരുടെയും ആവശ്യമായിട്ട് ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ നടത്തുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മളൊരു ന്യൂനപക്ഷമാണെങ്കിലും നമ്മൾ രാജ്യത്തിന് കൊടുക്കുന്ന നമ്മുടെ സഹകരണങ്ങൾ ഒരു ഭൂരിപക്ഷത്തിൻ്റെ സഹകരണങ്ങളാണെന്ന് പറയാൻ പറ്റും. ധാരാളം കോളേജുകൾ, ധാരാളം സ്കൂളുകൾ, ധാരാളം ആസ്പത്രികൾ, ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നിരവധിയായ തുറകളിൽ ലത്തീൻ സമുദായവും ക്രൈസ്തവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നയിക്കാൻ നമ്മൾ ചെയ്ത കോൺട്രിബ്യൂഷൻ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോഴും നമുക്ക് വരുന്ന ഒരു ഗതികേട്, രാഷ്ട്രീയ രംഗത്ത് നമ്മൾ വലിയ ശക്തിയല്ല. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്.
രാഷ്ട്രീയത്തിൽ നമ്മൾ ഇല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് നേടാൻ പറ്റുകയില്ല. രാഷ്ട്രീയത്തിലേക്ക് കയറി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തെ സംശുദ്ധീകരിക്കുവാൻ കഴിയുന്ന തത്വശാസ്ത്രം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാതെ രാഷ്ട്രീയം ചീത്തയാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുകയല്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അവരാണ് MP-മാര്, MLA-മാര്, മന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, പ്രധാനമന്ത്രിമാരൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ലത്തീൻ സമുദായം ഒരുമിച്ച് നിന്ന് ഇങ്ങനെയുള്ള അവകാശങ്ങൾ പിടിച്ചെടുക്കുവാൻ സാധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരെ പറയുകയില്ല, ഇന്ന് ജനപ്രതിനിധി സമ്മേളനം നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറയുകയായിരുന്നു, നമുക്ക് സ്വാധീനമുള്ള 40 മണ്ഡലങ്ങളുണ്ട്. ആ 40 മണ്ഡലങ്ങളിലും നമ്മുടെ ആളുകളെ നിർത്താനായിട്ട് ശ്രമിക്കണമെന്ന്. നമ്മൾ ജയിച്ചില്ലെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഫ്രണ്ട്ലിയാണ്, സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരായാലും നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അവരുടെ സഹായം സ്വീകരിക്കാൻ നമ്മൾ ഒരിക്കലും മാറി നിൽക്കില്ല. അതുകൊണ്ട് നമ്മളുടെ കക്ഷി രാഷ്ട്രീയം വളരെ ശക്തമായി രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ വരണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നിങ്ങൾ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ആ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ട സുവിശേഷം എന്താണ് നിങ്ങൾ ഓർമ്മിക്കുന്നുവോ? ഒരുപക്ഷെ ആ സുവിശേഷത്തെ പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലും പറയും. അതുകൊണ്ട് ഞാനും വിചാരിക്കേണ്ട അല്പം വിശുദ്ധ ഗ്രന്ഥവും ബൈബിളും പറയാമെന്ന്. കാരണം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പ്രസംഗം പറയാൻ പോകുമ്പോൾ വെറുതെ സെക്യുലറായിട്ട് പ്രസംഗിക്കാതെ ബൈബിളിനെ കുറിച്ച് പറയണമെന്ന് ഈ BD സതീശൻ എന്ന നമ്മുടെ സ്നേഹമുള്ള പ്രതിപക്ഷ നേതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് രാവിലെ ദേവാലയത്തിൽ വെച്ച് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായമായിരുന്നു. ആ 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ധാരാളം ജനങ്ങൾ വന്നു. അവർ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ ചുങ്കക്കാരും പാപികളും വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ദൈവത്തോട് നമ്മളും ചോദിക്കുന്നു, ക്രിസ്തുവിനോട് നമ്മളും ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാർക്ക് വേണ്ടി, ഈ ലോക ജനതയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഇവിടുന്ന് പോകാവൂ. ആരോ പറയുകയുണ്ടായി, 3 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? രണ്ടാമതായിട്ട്, നമ്മുടെ ജനതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മുടെ ജനതയ്ക്ക് വേണ്ടി നമ്മൾ നാളെ എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കുവാനുള്ള ധീരത, തൻ്റെ ഇടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി
പ്രഖ്യാപിക്കുന്നു.